ഹായ്, ഇന്നൊരു സാൻഡ്വിച്ചാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് വേണ്ടത് ബ്രെഡും കുറച്ച് വെജിറ്റബിൾസുമാണ്. കാബേജ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുക, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണയൊഴിക്കുക. നെയ്യോ എണ്ണയോ ബട്ടറോ ഏതാ നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇതിൽ നിന്ന് മുട്ട പൊരിച്ചെടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ല ഇങ്ങനെ ചെറുതായിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ബ്രെഡിലോട്ട് വെച്ചാൽ മതി. ഇനി തീ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മുടെ മുട്ട കരിഞ്ഞു തുടങ്ങും. അതിനാൽ അതൊന്ന് ചെറുതാക്കി കൊടുക്കുക. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ മറുഭാഗവും മൊരിച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമ്മളത് മാറ്റി വെക്കുക. ഇനി 2 ബ്രെഡ് എടുക്കുക, അതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസ് പെട്ടെന്ന് ഒറ്റ മുട്ട വെച്ചുണ്ടാക്കിയതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജ് ഓംലെറ്റ് വെച്ച് കൊടുക്കുക. മറ്റൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് അതിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടെ മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക. നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അത് 2 ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ മറുഭാഗവും മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നന്നായി മൊരിച്ചെടുക്കുക. ഇപ്പോൾ 2 ഭാഗവും നന്നായി ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.